ശ്രീ PM നിയാസ്, അക്കാര്യത്തിൽ ഇപ്പോൾ സർക്കാരിനെതിരെ വലിയ സമരം വയനാട്ടുകാർ നടത്തി വരുന്നുണ്ട്. അതിലേതായാലും കോൺഗ്രസിന് തർക്കമുണ്ടാകില്ലല്ലോ. ഈ സർക്കാർ എന്തെങ്കിലും ചെയ്തുവെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ ശ്രീ PM നിയാസ്? നീലിമ, താങ്കൾ പറഞ്ഞതിൽ ഒരു കാര്യത്തിൽ ഞാൻ അംഗീകരിക്കുകയാണ്. കേരള സർക്കാർ അവരുടെ STRF-ലല്ല, അവർ കേരളത്തിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇക്കാര്യത്തിൽ പ്രത്യേകമായി ഞങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം പ്രത്യേകമായി മുഖ്യമന്ത്രിയുടെ പേരിൽ ഒരു ദുരിതാശ്വാസ നിധി ഉണ്ടാക്കുകയും ആ ദുരിതാശ്വാസ നിധിയിൽ 740 കോടി ഉണ്ടായപ്പോഴാണ് വാടക തുക പോലും കൊടുക്കാതെ അവിടെയുള്ള 700ഓളം വരുന്ന കുടുംബങ്ങളെ കഷ്ടപ്പാട് ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ട് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇഴഞ്ഞ് നീങ്ങിക്കൊണ്ടാണ് 1 വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പോഴാണ് അതേക്കുറിച്ച് എന്തെങ്കിലും ചെയ്യുന്നത്. അത് ഒരു വഴിക്ക്. രണ്ടാമത്തെ വഴി, ഞാൻ വീണ്ടും എൻ്റെ ജില്ലക്കാരനായ എൻ്റെ സുഹൃത്തായ ശ്രീ പത്മനാഭനോട് പറയുകയാണ്. ശ്രീ പത്മനാഭ, താങ്കൾ പറഞ്ഞത് ശരിയാണ്. നിങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ എന്നാ ചെയ്തത്? നിങ്ങൾ പറയുന്നത് NDRF രൂപീകരിക്കുന്നതിൽ മാത്രമല്ല, നിങ്ങളിപ്പോൾ പറയുന്ന കേരളത്തിലെ നമ്മുടെ റോഡ് ഉണ്ടാക്കാൻ കാരണം 2013 നമ്മുടെ മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന ലാൻഡ് അക്വിസിഷൻ റിഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെൻറ്റ് ആക്ട്. അതുകൊണ്ടാണ് ഇന്ത്യയിലെ എല്ലായിടത്തും നമുക്ക് റോഡുകൾക്ക് വേണ്ടിയുള്ള അക്വിസിഷൻ നടപടികൾ വേഗത്തിലായത്. അത് 2019 കൊണ്ടുവന്നത് UPA സർക്കാരാണ്, മൻമോഹൻ സിംഗ് സർക്കാരാണ്. അതിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായി അതിൻ്റെ ചട്ടങ്ങളും റൂൾസും ഉണ്ടാക്കുവാൻ താമസം നേരിട്ടതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ 2016 മുമ്പ് സ്ഥലം ഏറ്റെടുക്കാൻ കഴിയാതെ പോയത്. എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ ആലോചിക്കേണ്ട, ഞങ്ങളുടെ ആക്ട് കൊണ്ടാണ് അത് ഉണ്ടാക്കിയത്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, താങ്കളുടെ വീട്ടിൻ്റെ തൊട്ടടുത്തൂടെ, താങ്കൾ താമസിക്കുന്ന വീട്ടിന് തൊട്ടടുത്തുകൂടെ നടക്കുന്ന ഒറ്റ പദ്ധതി മാത്രം, അഴിയൂർ മുതൽ വെങ്ങളം വരെ 40.8 കിലോമീറ്റർ പാത 6 വരി പാതയാക്കുന്നതിന് 1838.1 കോടിക്കാണ് അദാനി കമ്പനി കൊടുത്തത് ആണല്ലോ. ആ അദാനി കമ്പനി ഒരു പണിയും ചെയ്യാതെ നേരെ ഗുജറാത്ത് ബേസ് ആയിട്ടുള്ള അവരുടെ സബ്സിഡറി കമ്പനിക്ക് 971 കോടിക്കാണ് ആ പദ്ധതി വിട്ടുകൊടുത്തത്. എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പദ്ധതിയിൽ സാധനം വാങ്ങി മറുഭാഗം വാഗട്ട് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് കൊടുത്തതിൻ്റെ പേരിൽ മാത്രം നോക്കുകൂലിയായി 867 കോടി രൂപ. എൻ്റെ നീലിമ ഇവിടെ പറഞ്ഞത് നമ്മുടെ 41,000 കോടി, ശരിയാണ്, 41,000 കോടി നിങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ആ നിങ്ങൾ ഈ കേരളത്തിലേക്ക് ചെലവഴിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട്, പക്ഷേ അതിന് 25,000 കോടി രൂപയും നിങ്ങളുടെ സ്വന്തക്കാരായ കമ്പനികൾക്ക് അടിച്ചു മാറ്റാൻ വേണ്ടിയുള്ള പാകത്തിന് കൊടുത്തിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ പരാതി. അപ്പോൾ അതൊന്ന്. രണ്ടാമത്തത്, താങ്കളോട് ഒരു കാര്യം പറയാം. താങ്കളുടെ ഒരു കാര്യം പറയുന്നത് വെച്ചാൽ, അന്ന് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് NDRF-ഉം STRF-ഉം ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഇന്നലെ നടന്ന, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കോട്ടയത്തെ ഒരു കെട്ടിടം ഇടിച്ചു പൊളിഞ്ഞത് അതും ദുരന്തമാണ്. കഴിഞ്ഞ ദിവസം മണ്ണിടിഞ്ഞ് 2 പേരെ കാണാതായും ഒരാളെ ബോഡി കിട്ടുകയും പിന്നീട് ഒരാളെ ബോഡി കിട്ടിയതും അതും ദുരന്തമാണ്. അത്തരം മേഖലകളിൽ, അതുപോലെ നമ്മുടെ കപ്പൽ കത്തിയ അതും ഒരു ദുരന്തമാണ്. അതിനെല്ലാം വേണ്ടിയുള്ള അതാത് കാലത്ത് വേണ്ട ചെലവഴിക്കാൻ വേണ്ടിയാണ് STRF ചെലവഴിച്ചത്, അല്ലാണ്ട് ഇതുപോലെ ദുരന്തത്തിനല്ല. അതിന് വേണമെങ്കിൽ ചെലവഴിക്കാം. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പാകെ നരേന്ദ്രമോദിയുടെ വിശ്വസ്തനായ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇടത്തെയും വലത്തു കൈയുമായ അമിത്ഷായ്ക്ക് പറയാൻ കഴിഞ്ഞു, ഞങ്ങൾ ഇതാ വയനാട്, ഞങ്ങളുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ വലിയ കനിവ് കൊണ്ട് ഇത്ര കോടി തന്നു എന്നൊരു വാചകം 30 മിനിറ്റ് നിങ്ങൾ പ്രസംഗിച്ചല്ലോ. 30 മിനിറ്റിൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ ഇവിടെ പറഞ്ഞു. ആ പറഞ്ഞിട്ട് എന്താ നിങ്ങൾക്ക് വയനാട് നിങ്ങൾക്ക് പറയാൻ കഴിയാതെ പോയത്? ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളോട് നിങ്ങൾ കാണിക്കുന്ന കാര്യങ്ങൾ എന്തേ നിങ്ങൾ തുറന്നു പറയാൻ കഴിയാതെ പോകുന്നത്? ഞാൻ ചോദിച്ചത് ഹജ്ജിനെക്കുറിച്ചല്ല. നമ്മൾ അതിലേക്ക് വരേണ്ടതുണ്ട്. പ്രീണന രാഷ്ട്രീയം ഈ കേരളത്തെ എവിടെ കൊണ്ടുചെന്നെത്തിക്കും എന്നതിന്റെ ചോദ്യം കൂടി ഇന്ന് അമിത്ഷാ ഉയർത്തിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് എത്തേണ്ടതുണ്ട്. അല്ല, ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. ഞാൻ പറഞ്ഞത് നേരത്തെ ശ്രീപത്മനാഭൻ അത് വളച്ചൊടിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് കേരളത്തിലെ 3 വിമാനത്തിൽ നിന്നും ഹജ്ജിന് പോകുമ്പോൾ കോഴിക്കോടിന് മാത്രം ഒരു കൂലി, പിന്നെ കൊച്ചിക്കും കണ്ണൂരിനും വേറെ കൂലി. ആ കൂലിയുടെ അന്തരം പോലും ഇടപെട്ട് തീർക്കുവാൻ നിങ്ങൾ കഴിഞ്ഞില്ല എന്ന് പറയുന്നത്, നിങ്ങൾക്ക് മലബാറുകാരായ താങ്കൾ കോഴിക്കോടാണ്, കോഴിക്കോടൊക്കെയുള്ള വിമാനത്താവളത്തിൽ നിന്നും പ്രത്യേകമായ യാതൊരു നീതീകരണമില്ലാതെ ഒരു വിമാനക്കൂലി ഉണ്ടാക്കിയതിൻ്റെ പിന്നിൽ പോലും ഇടപെടാൻ കഴിയാതെ പോയത് നിങ്ങളുടെ വർഗീയ ഫാസിസ്റ്റ് കണ്ണുകളാണ്.
ആ കണ്ണുകളാണ് കേരളത്തിൽ നിങ്ങൾക്ക് അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ, കഴിഞ്ഞ ദിവസമാണ് ഹജ്ജ് നയം കേന്ദ്രം പ്രഖ്യാപിച്ചത്. 2026 ഹജ്ജ് നയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വളരെ സുതാര്യമായി കാര്യങ്ങൾ നടക്കുന്നു എന്ന് വളരെ കൃത്യമായി പറയുന്ന ഒരു രേഖയാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നും പോകുന്നവർക്ക് വലിയ രീതിയിൽ ചെലവ് വരുന്നു എന്നുള്ള കാര്യങ്ങളിലടക്കം അബ്ദുള്ളക്കുട്ടിയുടെയൊക്കെ വലിയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, അതിപ്പോ ഒരു കാര്യം ആദ്യം ഞാൻ പറയാം. ഇപ്പൊ ഇവിടെ പറഞ്ഞു 2013 ഇവര് പാസാക്കിയ ലാൻഡ് അക്വിസിഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ആക്ട് പ്രകാരം ഉള്ളത് കൊണ്ടാണ് ഈ ഹൈവേ പണി നടന്നതെന്ന്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കൊച്ചി സേലം ഹൈവേ കേരളത്തിലൂടെ പാസ് ചെയ്യുന്ന മറ്റൊരു ഹൈവേ ആണ് കൊച്ചി സേലം ഹൈവേ. ആ ഹൈവേ 2002-2003 കാലഘട്ടത്തിലാണ് അത് 4 വരി പാതയാക്കിയത്. അത് വാജ്പേയിന്റെ കാലത്താണ്. അത് കൊച്ചി മുതൽ വാളയാർ വരെ കേരളത്തിലൂടെ പോകുന്ന ഹൈവേ കോഴിക്കോട് തൃശ്ശൂർ വഴി പോകുന്നത് അന്ന് വാജ്പേയിന്റെ കാലത്താണ് അത് 4 വരി പാതയാക്കിയത്. അത് 4 വരിയാണ്. അന്ന് വലിയ ഹൈവേ എന്ന് പറഞ്ഞാൽ 4 വരി. ഇന്നിപ്പോ അത് 6 വരി. ഇന്നിപ്പോ നമ്മൾ 6 വരിനെ പറ്റി ചിന്തിക്കുന്നത്. അന്ന് ഈ നിയമം ഉണ്ടായിരുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് വിൽ പവർ ഉണ്ടായിരുന്നില്ല ഒരു ഹൈവേ കേരളത്തിൽ ഉണ്ടാക്കാൻ. കാരണം എന്താ അറിയോ, നിങ്ങൾ ഹൈവേ പദ്ധതിയായി മുന്നോട്ട് പോയാൽ മാർക്സിസ്റ്റുകാർ സമരമായിട്ട് വരും. പക്ഷെ നിങ്ങൾക്ക് ആ സമരം നേരിടാനുള്ള ശേഷിയില്ല. അപ്പൊ നിങ്ങൾ പേടിച്ച് പിന്മാറും. അതാണ് സംഭവിച്ചത്. ഉമ്മൻചാണ്ടി അന്ന് ഒഴിവായത്. ഉമ്മൻചാണ്ടിക്ക് ഹൈവേ കൈക്കൂലി വാങ്ങുന്ന പരിപാടി ഞങ്ങൾക്കില്ല, അഴിമതി നടത്താനുള്ള പരിപാടി ഞങ്ങൾക്കില്ല. അതാണ് ഞങ്ങളില്ല. പറയാം. അന്ന് CPM സമരമായി വന്നപ്പോ നിങ്ങൾ പേടിച്ച് പിന്മാറി. ആ സത്യത്തിൽ ഉമ്മൻചാണ്ടിക്ക് ഹൈവേ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ മാർക്സിസ്റ്റുകാരെ നേരിടാനുള്ള കേൾപ്പില്ല. അതുകൊണ്ട് നിങ്ങൾ പേടിച്ച് പിന്മാറി. നിൽക്കട്ടെ, ഇനിയിപ്പോ ഹജ്ജിന്റെ കാര്യം പറഞ്ഞു. ഞാനെന്താ പറയുന്നറിയോ, ഇന്ത്യ രാജ്യത്ത് ഗവൺമെന്റിന്റെ കൈവശം ഇന്ന് വിമാന കമ്പനി ഇല്ല. എന്തുകൊണ്ടില്ല? എയർ ഇന്ത്യ കോൺഗ്രസുകാര് 60 വർഷം കൊണ്ട് എന്തിനു വിറ്റു? ടാറ്റ ഞാൻ പറയട്ടെ ടാറ്റയുടെ ഞാൻ പറഞ്ഞോട്ടെ പ്ലീസ്. എയർ ഇന്ത്യ ടാറ്റയുടെ സ്വന്തം കമ്പനി. അത് നെഹ്റു ആരോട് ചോദിക്കാതെ ഒരു ദിവസം രാത്രി ഏറ്റെടുത്തു. അത് 2016-17 ആവുമ്പോഴേക്കും അതിന്റെ കടം എത്രയാ? അതിനെ മുച്ചൂടും മുടിച്ചു. അതിനെ 10,000 കോടി രൂപ കടത്തിൽ മുക്കി. ആരാ ചെയ്തത്? 55 കൊല്ലം ഇന്ത്യ ഭരിച്ചവര് അല്ലേ? അവർ മുക്കി. അപ്പോൾ ഇതിങ്ങനെ ഗവൺമെന്റിന് അങ്ങോട്ട് പൈസ കൊടുത്ത് വെള്ളാനയെ പോറ്റുകയാണ്. അപ്പോൾ ഗവൺമെന്റ് അത് ഒഴിവാക്കേണ്ടി വന്നു. എന്നിട്ടും 17,000 കോടി രൂപ ഗവൺമെന്റിന് കിട്ടി. ഈ കടമൊക്കെ ഉണ്ടായിട്ടും വിറ്റപ്പോൾ 17,000 കോടി രൂപ കിട്ടി. അപ്പൊ ഈ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനത്തെ മുടി ഞങ്ങളല്ല ടാറ്റയുടെ കയ്യിൽ നിന്ന് ഏറ്റെടുത്ത് 10,000 കോടി രൂപ കടമാക്കിയിട്ടാണ് നിങ്ങൾ മൻമോഹൻ സിംഗ് പോയത്. അതിന് ഞങ്ങള് ഗവൺമെന്റിന് ലാഭം ഉണ്ടാക്കുന്ന പണി എടുത്തതാണ് 17,000 കോടി രൂപയ്ക്ക് വിറ്റത്. ഇനിയിപ്പോ സ്വകാര്യവൽക്കരണത്തിന് നിങ്ങൾ എതിരായത് എപ്പോഴാന്ന് ഞങ്ങൾക്ക് അറിയില്ല. 1991 നരസിംഹറാവും മൻമോഹൻ സിംഗും കൂടിയാണ് സ്വകാര്യവൽക്കരണം കൊണ്ടുവന്നത്. അത് തെറ്റാണെങ്കിൽ നിങ്ങൾ ആദ്യം തിരുത്ത്. അപ്പൊ നമുക്ക് നോക്കാം.